ധരയിലുള്ള രാജകുമാരന്മാർ ദണ്ഡകാരണ്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അവർ ലക്ഷക്കണക്കിൽ രാക്ഷസയോദ്ധാക്കളെ കൊന്നുവീഴ്ത്തിക്കഴിഞ്ഞു. ഖരനെയും ദൂഷണനെയും തുണ്ടം തുണ്ടമായി അരിഞ്ഞിട്ടു. അവരുടെ നേർക്കെപ്പെട്ട് ആയിരക്കണക്കിൽ ഭടന്മാരെ കണ്ണുചിമ്മി തുറക്കുന്നതിനിടയിൽ പടക്കളത്തിൽ നിന്നും തുടച്ചുമാറ്റുകയുണ്ടായി. അവർണ്ണനീയമാണ് അവരുടെ പരാക്രമം. അവരുടെ സൗന്ദര്യമോ! ഹാ! ശൂർപ്പണഖ ഒരു നിമിഷം നിർത്തി നിശബ്ദയായി നിന്നു. തന്നെ പരവശപ്പെടുത്തിയ ആ തേജസ്സിനെപ്പറ്റിയുള്ള ആലോചനയിൽ അവൾ മുഴുകി. അവളുടെ കഥ കേട്ട് രാവണനടയ്ക്കാനാവാത്ത അമർഷമുണ്ടായി. അവൻ പല്ലുഞെരിച്ചു. വെല്ലുവിളിയെന്ന പോലെ തുടയ്ക്കടിച്ചു. എന്ത്? ആ ദുഷ്ടന്മാർ ഖരനെയും ദൂഷണനെയും കൊന്നുവെന്നോ? ഒരുപക്ഷെ അവർ എന്റെ പേരറിയുകയില്ലായിരിക്കാം. അവരുടെ പിന്നിൽ ഞാനുണ്ടെന്നും അറിഞ്ഞുകാണുകയില്ല. അവർ എന്റെ ശക്തിയെയോ പ്രതിക്രിയാശേഷിയെയോ സംബന്ധിച്ചൊന്നും കേട്ടിട്ടുണ്ടായിരിക്കില്ല. രാവണൻ സദസ്സിലുണ്ടായിരുന്നവരോട് തന്റെ പരാക്രമങ്ങളെപ്പറ്റി ഉച്ചത്തിൽ വമ്പു പറഞ്ഞുകൊണ്ടിരുന്നു. ശൂർപ്പണഖ തടുത്തുകൊണ്ടു പറഞ്ഞു, ഓ കഷ്ടം! ജന്മശത്രു തലയിൽ നിന്ന് നൃത്തം വയ്ക്കുമ്പോൾ ഭീരുവിപ്പോലെ നിന്നെയും നിന്റെ അജയതയും പറ്റി വീമ്പുളക്കുന്നു. ഇത് സിംഹാസനത്തിൻഹനായ ഒരു ചക്രവർത്തിക്ക് ചേർന്നതല്ല. ഒരുപക്ഷെ നീ അറിയുകയില്ലായിരിക്കാം. സന്യാസിമാർ അവരുടെ കൂട്ടുകാരെക്കൊണ്ട് നശിക്കുന്നു. ചക്രവർത്തിമാർ അവർ നിയമിക്കുന്ന മന്ത്രിമാരെക്കൊണ്ട് നശിക്കുന്നു. ജ്ഞാനം അഭിനന്ദനത്തിനുള്ള ആഗ്രഹത്താൽ നശിക്കുന്നു. ലജ്ജാവബോധം മദ്യപാനം കൊണ്ട് നശിക്കുന്നു. സഹോദരാ, അഗ്നിയെയോ രോഗത്തെയോ ശത്രുവിനെയോ പാമ്പിനെയോ ചെറിയതോ നിസ്സാരമോ ആയ പാപത്തെയോ ഒരിക്കലും അവഗണിക്കരുത്. അവ വളർന്നുപോയാൽ വലിയ ആപത്തുണ്ടാക്കും തീർച്ച. അതുകൊണ്ട് വേഗമാകട്ടെ, സന്ദേഹിച്ചു നിൽക്കരുത്. ശൂർപ്പണഖയുടെ ഈ വാക്കുകൾ രാവണന്റെ കാതുകളിൽ വിഷമൊഴിക്കും പോലെയായി. ആ സഭതലത്തിലുണ്ടായിരുന്ന മറ്റൊരു സഹോദരൻ കുംഭകർണൻ മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു, സഹോദരീ, ആരാണ് നിന്റെ മൂക്കും കാതും അരിഞ്ഞുകളഞ്ഞത്? ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, കഷ്ടം! ആ സഹോദരന്മാർ തന്നെയാണ് ഈ ദുഷ്കൃത്യവും ചെയ്തത്. രാവണൻ അപ്പോൾ അവളെ ആശ്വസിപ്പിച്ചു. അനന്തരം അവളോട് ചോദിച്ചു, സോദരീ, മൂക്ക് മുഖത്താണുള്ളത്. കാതുകൾ മുഖത്തിന്റെ ഇരുവശങ്ങളിലും ഒരൊറ്റവെട്ടിന് അവ രണ്ടും ഛേദിച്ചുകൂടെ? എന്നെ തുബരയും നീ മതികെട്ട മയങ്ങുമ്പോഴായിരുന്നോ അവരറിഞ്ഞുകുന്നത്? ഇത് ആശ്ചര്യകരമായി തോന്നുന്നു. അവിടെയുണ്ടായിരുന്നവരെല്ലാം ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് അത്ഭുതപ്പെട്ടു. ശൂർപ്പണഖ മറുപടി പറഞ്ഞു, സഹോദരാ, സുന്ദരവും മൃദുവുമായ ആ കരങ്ങൾ എന്നെ സ്പർശിച്ചപ്പോൾ എനിക്കെന്റെ ശരീരത്തെപ്പറ്റി ഒരു ബോധവുമുണ്ടായിരുന്നില്ല. എന്ത്? ഞാനെവിടെയാണെന്നുകൂടി അറിഞ്ഞില്ല. അവരുടെ ആ സുന്ദരവദനങ്ങളുടെ ആ സുഷമ എന്റെ മിഴികൾ പാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെന്താണ് ചെയ്തതെന്ന് ഞാനറിഞ്ഞില്ല. എന്നെയും എന്റെ പരിസരത്തെയും പറ്റിയുള്ള ബോധം നഷ്ടപ്പെട്ട വിധം ആ രാജകുമാരന്മാരുടെ ദർശനം എന്നെ മയക്കിക്കളഞ്ഞിരുന്നു. അവരുമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനനുഭവിച്ചിരുന്ന ഹർഷോന്മാദത്തെപ്പറ്റി എന്താണ് പറയേണ്ടത്? എപ്പോഴും അവരുടെ മുഖം, പ്രതികരണത്തിന്റെ മറ്റൊരു ഭാവവും അവർക്കറിഞ്ഞുകൂടെ. പുരുഷഹൃദയങ്ങൾ പോലും അവരുടെ സൗന്ദര്യത്താൽ സമാകൃഷ്ടമാകും. പ്രേമദേവതയുടെ ഹർഷോന്മാദഭരിതരായ പ്രതിനിധികളാണവർ. യഥാർത്ഥത്തിൽ ഇതുപോലൊരു സൗന്ദര്യം ഞാനിതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ രാക്ഷസപരാക്രമങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതാണ്. നമ്മുടെ ഹീനമായ തന്ത്രങ്ങൾ, നമ്മുടെ വിലക്ഷണമായ രൂപങ്ങൾ, നമ്മുടെ ബീഭത്സമായ ബാഹ്യാവസ്ഥ നാം വാസ്തവത്തിൽ മനം മടുപ്പിക്കുന്നതാണ്. നിങ്ങളൊരിക്കൽ മാത്രം അവരെ നോക്കൂ. ഞാൻ പറയുന്നത് ശരിയായെന്ന് നിങ്ങൾ സത്യം ചെയ്യും. പടക്കളത്തിൽ മരിച്ചുവീണ ഖരനും ദൂഷണനും അവരോട് യുദ്ധം ചെയ്യാനേ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരോട് പ്രതിഷേധിക്കുകയും വാദിക്കുകയും ചെയ്തിരുന്നു. അവർ ചോദിച്ചു, മംഗളാത്മാക്കളായി സൗന്ദര്യത്തിന്റെ പരകോടിയിലുള്ള ഇവരുടെ നേരെ ഞങ്ങൾക്കെങ്ങനെ ശത്രുത്വം ഭാവിച്ച് ആക്രമണം നടത്തും? സഭയിൽ സന്നിഹിതരായിരുന്ന രാജസ്തുതിപാഠകരും മന്ത്രിമാരും ശൂർപ്പണഖയുടെ ഈ വിവരണം യോദ്ധരത്തോടും സന്തോഷത്തോടും കൂടി ശ്രദ്ധിച്ചു. അവളുടെ വാക്കുകൾ രാവണനെയും അമ്പരപ്പിച്ചു. അവൾ അവതരിപ്പിച്ച രാമന്റെ ചിത്രം ചിന്തിക്കുന്തോറും ആനന്ദവും ശാന്തിയും അവൻ പ്രദാനം ചെയ്തതായിരുന്നു. പ്രേമഭാവത്തെ ഒന്ന് ദർശിക്കുവാൻ രാവണന്റെ ഉള്ളിന്റെയുള്ളിൽ ഒരു തീവ്രവും പ്രബോധകവുമായ ആ ദിവ്യസൗന്ദര്യത്തിന്റെ മൂർത്തീമത്ര അനുഭവപ്പെട്ടു. സഹോദരിയുടെ വിവരണം ശ്രദ്ധിച്ചതോടുകൂടി രാവണനിൽ ഫണം വിടർത്തിയിരുന്ന ക്രോധം സാവധാനം തണുത്തായി. പഞ്ചവടിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ശാന്തമായൊന്നന്വേഷിക്കുവാൻ രാവണൻ നിശ്ചയിച്ചു. അങ്ങനെ അവൻ സഹോദരിയെ നയപൂർവ്വം അഭിസംബോധന ചെയ്തു. സഹോദരീ, പറയൂ, ആ രണ്ട് സഹോദരന്മാരും പഞ്ചവടിയിൽ തന്നെയാണോ താമസം? അവരുടെ കൂടെ വേറെ ആരെങ്കിലുമുണ്ടോ? അവർക്ക് അനുചരന്മാരോ കൂട്ടുകാരോ സ്തുതിപാഠകന്മാരോ ആരുമില്ലേ? ശൂർപ്പണഖ പറഞ്ഞു, ഇല്ല, അവർക്ക് അംഗരക്ഷകന്മാരോ ബന്ധുക്കളോ സൈനികരോ ആയി അവിടെ ആരുമില്ല. അവരിൽ ജ്യേഷ്ഠനായ രാമനോട് ഒന്നിച്ച് ഒരു സ്ത്രീയുണ്ട്. അവരുടെ അംഗലാവണ്യം അസുലഭവും അസാധാരണവുമാണ്.
ആ രണ്ടു ഭ്രാതാക്കന്മാരെക്കാൾ ആകർഷകത്വമുള്ളവളാണവൾ. മനുഷ്യരൂപത്തിലുള്ള പ്രേമദേവതയാണ് ആ സുന്ദരി. ആ രണ്ട് സഹോദരന്മാർ അവളുമൊത്ത് പഞ്ചവടിയിൽ താമസിക്കുന്നു. അവർ നിർഭയരായി കാട്ടിലെ തുറസായ സ്ഥലങ്ങളിലും സാനുപ്രദേശങ്ങളിലും സ്വതന്ത്രമായി സഞ്ചരിക്കുന്നു. വാസ്തവത്തിൽ ഞാനിതുവരെ ഇത്ര പരിപൂർണമായ സ്ത്രീസൗന്ദര്യം കണ്ടിട്ടില്ല. അവളുടേതുപോലൊരു സൗന്ദര്യം സ്വർഗ്ഗത്തിലുമില്ല, ഭൂമിയിലുമില്ല. 1 സീതാപഹരണം. ശൂർപ്പണഖയുടെ വാക്കുകൾ ശ്രവിച്ച് രാവണന്റെ കാമവികാരം ഉത്തേജിതമായി. രാവണൻ നാശോന്മുഖമായ ആ വികാരത്തിന്റെ അടിമയായിത്തീർന്നു. രാമനോടും ലക്ഷ്മണനോടുമുണ്ടായ വിദ്വേഷവികാരങ്ങളാൽ അയാൾ പുളഞ്ഞു. രാമലക്ഷ്മണന്മാരുടെ സാന്നിധ്യത്തിൽ നിന്നും സീതയെ കൊണ്ടുപോകാനുള്ള തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി രാവണൻ ചിന്തയിലാണ്ടു. അസ്വസ്ഥതയും ഉത്കണ്ഠയും രാക്ഷസരാജാവിനെ ബാധിച്ചു. വിശപ്പോ ദാഹമോ ശമിപ്പിക്കാനുള്ള ശ്രമം പോലും ചെയ്തില്ല. രാവണനെ അലട്ടുമാറ് നിറമുദിച്ചിരുന്ന വിധികൽപ്പിതമായ മോഹം അന്തരത്തിലുണ്ടായിരുന്നു. രാമലക്ഷ്മണന്മാരുടെ സൗന്ദര്യത്തെയും തേജസ്സിനെയും പറ്റി സഭയിൽ ശൂർപ്പണഖ വർണ്ണിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയത്തിൽ ആനന്ദവും നേത്രങ്ങളിൽ ബാഷ്പവുമായി ആ കഥ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, വിഭീഷണൻ. അദ്ദേഹം തന്റെ ഹൃദയമാകുന്ന ക്ഷേത്രത്തിൽ ആ ദിവ്യസുന്ദരമൂർത്തികളെ പ്രതിഷ്ഠിച്ചു. അവരുടെ സാന്നിധ്യത്തിൽ ചെന്നുചേരാനും അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കാനും വളരെ അഗാധമായി ആഗ്രഹിച്ചു. അവർ എന്നെ സ്വീകരിക്കുമോ? എനിക്ക് രക്ഷപ്പെടാനാവുമോ? അവരാൽ അനുഗ്രഹിക്കപ്പെടാൻ ഞാൻ അർഹനാണോ? അദ്ദേഹം സ്വയം ചോദിച്ചു. അദ്ദേഹം തന്നോട് തന്നെ പറഞ്ഞു, അവർ തീർച്ചയായും ദിവ്യന്മാരാണ്. ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ കൂട്ടത്തോടെ ഒടുക്കുവാൻ വേണ്ടി മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടവരാണവർ. തന്നെയും തനിക്കുള്ളതുമെല്ലാം വിഭീഷണൻ അവർക്കായി മനസ്സാ സമർപ്പിച്ചു. ആ നിമിഷം മുതൽ അവരുടെ പ്രഭാവത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ തുടങ്ങി. പൂർവജന്മങ്ങളിൽ താനെത്തിക്കഴിഞ്ഞിരുന്ന ധാർമ്മികമായ ഔന്നത്യത്തിൽ നിന്നും രാവണൻ അധപ്പതിച്ചിരുന്നു. അതുകൊണ്ട് രാക്ഷസനായി അലയേണ്ടിവന്നു. സത്യത്തിൽ രാവണൻ വലിയ ഈശ്വരഭക്തനായിരുന്നു. തന്റെ പ്രജയുടെ ആഘാതതലത്തിൽ പരമാത്മാവായ നാരായണനെ സംബന്ധിച്ച ജ്ഞാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അധർമ്മം ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റാനും രാക്ഷസന്മാരെ സമൂലം നശിപ്പിക്കാനും ദേവന്മാർക്ക് ആനന്ദവും സമാധാനവും നൽകാനും വേണ്ടി മനുഷ്യരൂപത്തിൽ വന്ന നാരായണൻ തന്നെയാണു രാമൻ എന്ന വസ്തുതയും രാവണൻ അജ്ഞതമായിരുന്നില്ല. എന്നാലും നാരായണനെ പ്രാപിക്കാനായി തനിക്ക് മറ്റൊരു മാർഗവുമില്ലാത്തതുകൊണ്ട് അനിയന്ത്രിതമായ ദുഷ്ടതയും കഠിനമായ വിദ്വേഷവും വളർത്തിക്കൊണ്ടുവന്നു. തന്നെ വധിക്കാനായി രാമനെ ക്ഷണിക്കാൻ അദ്ദേഹം വഴിയൊരുക്കി. മൂഢവും പരമനീചവുമായ ഒരുതരം ഭക്തിയായി ഇതു കണക്കാക്കാവുന്നതാണ്. പക്ഷേ ആത്മസംയമനവും നാരായണനിലുള്ള സമ്പൂർണമായ സമർപ്പണവും വഴി ജനനമരണസാഗരത്തെ തരണം ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആന്തരദേശ്യം. പക്ഷേ രാവണന്റെ ശരീരവും മനസ്സും രാക്ഷസീയമായ പ്രചോദനത്തിൽ നിന്നും വളർന്നുവന്നതായാലും രാക്ഷസീയമായ ആഹാരം വഴി പുഷ്ടിപ്പെടുത്തപ്പെട്ടതായാലും ദിവ്യനായ രാമനിൽ ലയിക്കണമെന്ന് തന്റെ ഉള്ളിലെ ആഗ്രഹം അദ്ദേഹം അവഗണിച്ചു. തന്റെ രാക്ഷസപ്രകൃതിയെത്തന്നെ അവലംബിച്ചു. രാവണന്റെ മനസ്സിൽ കടുത്ത വടംവലി നടന്നു. ചിന്തകൾ മാറി മാറി പ്രതിനിമിഷം ഉയരുകയും താഴുകയും ചെയ്തു. ഒടുവിൽ ആ രണ്ട് സഹോദരന്മാരും രാജകുമാരന്മാർ മാത്രമാണെന്നും അതിലപ്പുറമൊന്നുമില്ലെന്നും അദ്ദേഹം തന്നെത്താൻ ബോധ്യപ്പെടുത്തി. അവരെ രണ്ടായെയും വധിച്ച് തന്റെ പ്രണയത്തിനു പാത്രമായ ആ സുന്ദരിയെ കൊണ്ടുപോരുമെന്ന് ദൃഢനിശ്ചയം ചെയ്തു. താൻ ആ രീതിയിൽ അവളെ ദ്രോഹിച്ചതിന് അവളോട് പകരം വീട്ടുമെന്ന് അദ്ദേഹം സഹോദരിക്കു വാക്കുകൊടുത്തു. അതിനുശേഷം സഭ നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചു. രാജകീയരഥം സഭാതലത്തിലേക്ക് കൊണ്ടുവരാൻ അംഗരക്ഷകന്മാരോട് രാവണൻ ആജ്ഞാപിച്ചു. അദ്ദേഹം ആരെയും കൂട്ടാതെ തനിയെ തന്നെ തേരിൽ കടൽത്തീരത്തുള്ള മാരീചന്റെ വസതിയിലേക്ക് പാഞ്ഞു. അവിടെ ചെന്ന് മാരീചന്റെ അടുത്തിരുന്ന് കഴിഞ്ഞ സംഭവങ്ങളെല്ലാം വിവരിച്ചു. തന്റെ പദ്ധതി നടപ്പിലാക്കാൻ മാരീചന്റെ ഭാഗം അഭിനയിക്കാൻ അദ്ദേഹം മാരീചനോട് കൽപ്പിച്ചു. പക്ഷേ മാരീചൻ മടികാണിച്ചു. രാമലക്ഷ്മണന്മാരുടെ ശക്തിയുടെ ആഘാതം താനോറി കൽ അനുഭവിച്ചതാണെന്ന് അറിയിച്ചു. അവർ സാധാരണ രാജകുമാരനല്ലെന്ന് രാവണനോട് മാരീചൻ പറഞ്ഞു. മ്ലേച്ഛസ്വഭാവമായ അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. രാവണനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാരീചൻ വളരെയേറെ സ്നേഹപൂർവ്വം വാദിച്ചു നോക്കി. പക്ഷേ കാമവികാരം രാവണനെ അന്ധനാക്കിയായിരുന്നു. തന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് രാവണൻ ഭീഷണിപ്പെടുത്തി. രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ രാമനാൽ മരിക്കുകയാണു കൂടുതൽ നല്ലതെന്ന് മാരീചൻ തീരുമാനിച്ചു. രാവണന്റെ മുമ്പിൽ വെച്ച് പദ്ധതിപ്രകാരം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ആ ഗൂഢാലോചനയിൽ തന്റെ ഭാഗം അഭിനയിക്കുവാൻ തയ്യാറാവുകയും ചെയ്തു. മാരീചനാൽ അനുഗതനായി രാവണൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. താൻ രൂപപ്പെടുത്തിയ തന്ത്രങ്ങൾ കൂട്ടുകാരൻ രാവണന് വിവരിച്ചുകൊടുത്തു. മായാശക്തി ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായൊരു പൊന്മാനായി മാറണമെന്ന് അദ്ദേഹം മാരീചനോട് നിർദ്ദേശിച്ചു.
പ്രലോഭനകരമായ ആ രൂപത്തിൽ രാമനും സീതയും ലക്ഷ്മണനുമുള്ള ആശ്രമത്തിന്റെ പുരോഭാഗത്ത് തുള്ളിച്ചാടിക്കളിക്കണമെന്ന നിർദ്ദേശവും നൽകി. രാവണന്റെ ഉഗ്രകോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ലാത്തതുകൊണ്ട് മാരീചൻ അതിനൊക്കെ സമ്മതിക്കേണ്ടിവന്നു. രാവണൻ മാരീചനോട് പറഞ്ഞു, രാമൻ നിന്നെ പിടിക്കാൻ ശ്രമിക്കും, അതിനായി നിന്റെ പിന്നാലെ വരും, നീ അദ്ദേഹത്തെ വളരെ ദൂരത്തേക്ക് നയിക്കണം. ഏറെ ദൂരമെത്തിയാൽ പ്രാണവേദനയോടെ രാമന്റെ ശബ്ദമനുകരിച്ച് അത്യുച്ചത്തിലിങ്ങനെ നിലവിളിക്കണം, ഹാ സീതേ, ഹാ ലക്ഷ്മണ. താമസിയാതെ അവർ ആശ്രമത്തിന് സമീപമെത്തി. രാവണൻ ഈ ചിലന്തിവല നെയ്തുകൊണ്ടിരിക്കെ പഞ്ചവടിയിലെ ആശ്രമത്തിൽ സീതയും രാമനും തങ്ങളുടെ ദൗത്യം നിറവേറ്റാനുള്ള സമയം സമാഗതമായിരിക്കുന്നുവെന്ന് മനസ്സിലായി. അനേകം ഫലമുലാദികൾ ശേഖരിക്കുന്നതിനായി രാമൻ ലക്ഷ്മണനെ അയച്ചു. സഖി, ദേവിക്കെല്ലാം അറിയാമല്ലോ, നമ്മൾ എന്തിനാണ് അവതരിച്ചതെന്നും ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്താണെന്നും. നമ്മൾക്ക് രണ്ടാൾക്കും അക്കാര്യമറിയാം. അതിനുള്ള കാലമായി. നമുക്ക് ത്തിൽ ഏർപ്പെടേണ്ടതുണ്ട്. ദേവിയുടെ പ്രകൃതിയും സ്വഭാവങ്ങളും അതേ യമായ നിലയിൽ കഠിനവും പവിത്രവുമാണ്. അഗ്നിതത്വവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ കൂടിയാണ് നാം ഈ മായാരൂപങ്ങൾ കൈക്കൊണ്ടതുതന്നെ. അഗ്നിദേവനിൽ തന്നെ അർപ്പിക്കപ്പെട്ട ഹോമദ്രവ്യത്തിന്റെ ഫലമായുണ്ടായ അഗ്നിജ്വാലകളിൽ നിന്നാണ് എന്റെ ശരീരം ഉയർന്നുവന്നത്. ഒരു യജ്ഞത്തിനായി അഗ്നിവേദി നിർമ്മിക്കുവാൻ പവിത്രീകരിക്കുന്നതിനായി പരിശുദ്ധമായ കലപ്പകൊണ്ടുഴുന്ന അവസരത്തിലാണ് ദേവി ഭൂമിയിൽ നിന്നും ഉദയം കൊണ്ടത്. നമ്മുടെ ശരീരങ്ങൾ അഗ്നിയിൽ നിന്നും ജനിച്ചവയാണ്. അഗ്നിയുടെ തേജസ്സിനാൽ പുലർത്തപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് സീതേ, ദേവിയുടെ എല്ലാ ഗുണങ്ങളും തേജസ്സും അഗ്നിയിൽ സൂക്ഷിക്കൂ. ഇനി എങ്ങോട്ട് സാധാരണ സ്ത്രീയെപ്പോലെ പെരുമാറൂ. വ്യസനവും ഉത്കണ്ഠയും വിരഹവേദനയും ഏകാന്തതയുടെ ദുഃഖവുമെല്ലാം പ്രദർശിപ്പിക്കൂ. ലോകം ഈ പെരുമാറ്റരീതികളെ മാത്രമേ ഓർമ്മിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മനുഷ്യരെന്ന് അവർ ധരിക്കുകയും ചെയ്യും. കുടുംബജീവിതം നയിക്കുന്നവർക്ക് മാതൃകയായിരിക്കണം നമ്മുടെ ഏറ്റവും ചെറുതായ പ്രവൃത്തി പോലുമെന്ന് ഓർമ്മിക്കുക. ഭാര്യഭർത്തൃബന്ധത്തിന്റെ മാതൃകകൾ നാം അവതരിപ്പിക്കണം. സത്യധർമ്മങ്ങളുടെ തത്വങ്ങൾക്ക് സർവഥാ പൊരുത്തപ്പെടുന്ന നിലയിലായിരിക്കണം അവ. നമ്മുടെ പ്രവർത്തനങ്ങൾ ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെ നിർദ്ദിഷ്ടമായ മാർഗങ്ങൾക്ക് അനുയോജ്യമായിരിക്കുകയും വേണം. സാധാരണ മനുഷ്യർക്ക് പ്രചോദനം നൽകുകയും അവയിൽ വിശദീകൃതങ്ങളായ ആദർശങ്ങൾ അനുകരിക്കുവാൻ പ്രേരണ നൽകുകയും ചെയ്യത്തക്ക വിധം ഒരു ശരിയായ മാതൃകാരിതിയിൽ നാം നമ്മുടെ ജീവിതങ്ങൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഒടുവിൽ അതെല്ലാം പൂർത്തിയാവുന്നതുവരെ, അതായത് രാവണനെയും രാക്ഷസരെയും നശിപ്പിക്കുന്നതുവരെ നമുക്ക് നാടകം അഭിനയിക്കുക തന്നെ വേണം. അതുകൊണ്ട് ദേവിയുടെ ദിവ്യതേജസ് അഗ്നിദേവന്റെ സംരക്ഷണത്തിലാക്കൂ. എന്നിട്ട് മായാവലയത്തിൽ കുടുങ്ങിയ ഒരു കേവല സ്ത്രീയുടെ നിലയിൽ നടക്കൂ. കാരണമില്ലാതെ കാര്യമുണ്ടാകുകയില്ലല്ലോ. അതായത് രാവണന്റെയും രാക്ഷസവംശത്തിന്റെയും നശീകരണം സാധിക്കുന്നതിന്, ന്യായീകരിക്കുന്നതിന് നാം ഒരു കാരണമുണ്ടാക്കണം. രാവണന് അടിസ്ഥാനപരമായ ഒരു കുറ്റമുണ്ട്. അവന്റെ കാമവികാരത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. ലോകത്തിനതിന്റെ അപകടം കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് അദ്ദേഹം നിന്നെ തട്ടിക്കൊണ്ടുപോയ വിധം ഒരവസ്ഥ നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട്. ഇന്ദ്രിയാനന്ദം അനുഭവിക്കണമെന്ന ആഗ്രഹത്താലും സദാചാരവിരുദ്ധമായ അഭിലാഷങ്ങളാലും കളങ്കിതമാണ് ഒരാളുടെ തപസ്സെങ്കിൽ അതിനെന്തൊരു പ്രയോജനമാണുള്ളത്? ശുദ്ധമല്ലാത്ത ബോധത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രവൃത്തികളും പെരുമാറ്റവും കളങ്കിതമായിരിക്കുകയില്ല. കാമാസക്തിയാൽ മലിനമാക്കപ്പെട്ട ഈശ്വരഭക്തി അഴുക്കുപോലെ തന്നെ അശുദ്ധമാണ്. മനുഷ്യസമുദായത്തിന്റെ നന്മയ്ക്കായി ഈ സത്യങ്ങൾ ഇപ്പോൾ ബോധപ്പെടുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ആധ്യാത്മിക സാധനയോ തപസ്സോ അല്ലെങ്കിൽ മതമായ കർമ്മമോ അനുഷ്ഠാനമോ അതിമാനുഷമായ ശക്തികൾ ലഭിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി ചെയ്യപ്പെടുകയാണെങ്കിൽ അവ ക്ഷുദ്രവും ഹാനികരവുമാണെന്ന് ലോകനന്മയ്ക്കുവേണ്ടി വെളിപ്പെടുത്തേണ്ടത് ആവശ്യകർത്തവ്യമാണ്. എത്ര ദൈവിക കർമ്മങ്ങളും പ്രവർത്തനങ്ങളും ചെയ്താലും അവയുടെ കർത്താവ് രാക്ഷസീയമായ വികാരങ്ങളും പ്രചോദനങ്ങളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവയ്ക്കൊരു ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമയം അവിശുദ്ധവും നിഷ്പ്രയോജനവും ആക്കുക എന്നത്. ഈ സത്യവും നമുക്ക് രാവണനെത്തന്നെ ജനസമുദായത്തിനൊരു താക്കീതായി എടുത്തുകാട്ടി പരസ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ അതിപ്രബലമായ മറ്റൊരു കാര്യമുണ്ട്. രാവണന് മുമ്പൊരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിനുള്ള മാർഗത്തെ സംബന്ധിച്ചും അവൻ ഉറപ്പുകൊടുത്തിട്ടുണ്ട്. അതും പൂർത്തിയാക്കാൻ നാം ശ്രമിക്കണം. രാവണന്റെ അവസാനത്തിന്റെ ആരംഭം സമാഗതമായിരിക്കുന്നു. ഇന്നോ നാളെയോ നാം തമ്മിൽ വേർപിരിയേണ്ടിവരും. തീർച്ചയായും വേർതിരിക്കപ്പെടാൻ നിവൃത്തിയില്ലാത്തവരാണ് നാം. ഒന്നിനും നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല. എന്നാലും ഈ കാപട്യം ഫലപ്രദമാക്കുന്നുണ്ട്. ഇപ്പോൾ പോകൂ. ഭവതിയുടെ ദിവ്യരൂപം അഗ്നിയുടെ സംരക്ഷണത്തിൽ നിക്ഷേപിക്കൂ. ഫലമൂലാദികളുമായി ലക്ഷ്മണൻ തിരിച്ചുവരുന്ന സമയമായി. രാവണൻ തന്റെ ദുർബുദ്ധിയുമായി തയ്യാറെടുത്തു നിൽക്കുകയാണ്. മറ്റൊരു രഹസ്യവും കൂടി ദേവിയെ അറിയിക്കേണ്ടതുണ്ട്. രാക്ഷസന്മാരെ നശിപ്പിക്കുന്നതിൽ ദേവിയുടെ പങ്ക് നിറവേറ്റേണ്ടതുണ്ട്.
പ്രത്യക്ഷത്തിൽ വ്യതിരാവണന്റെ ജാഗ്രതയായ കാവലിലായിരിക്കുമെങ്കിലും ദേവിയുടെ ശക്തിയുടെ സ്വഭാവം അഗ്നിയിലായിരിക്കയാൽ ഇപ്പോൾ മുതൽ നിന്റെ ആത്മാവ് സുപ്താവസ്ഥയിലുള്ള അഗ്നിയിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാലകൊണ്ട് നീ ലങ്കയെ ദഹിപ്പിച്ച് ചാമ്പലാക്കേണ്ടിവരും. ലങ്ക ചാമ്പലാക്കേണ്ടി വന്നിരിക്കുന്നത് അഗ്നികൊണ്ടല്ല, അഗ്നിയെപ്പോലുള്ള ദേവിയെക്കൊണ്ടാണ്. രാമൻ രാവണനെ വധിക്കണം. അത് ദൈവച്യമാണ്. ഈ സത്യവും പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട്. ഈ രഹസ്യം ലക്ഷ്മണനിൽ നിന്നും തൽക്കാലം മറച്ചുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ പരിശ്രമത്തിൽ അവൻ നമ്മുടെ ഉപകരണമാണ്. ഈ ജോലി നിർവഹിച്ചു കഴിഞ്ഞ് നാം അയോധ്യയിൽ വീണ്ടും പ്രവേശിച്ചാൽ അഗ്നിയിൽ നിവസിക്കുന്ന ദേവിയെ ഞാൻ സ്വീകരിക്കും. ആ പ്രവർത്തനവും ഞാൻ ലോകത്തിന് ഒരു പാഠമായി രൂപാന്തരപ്പെടുത്തതാണ്. ഇതാ ഇപ്പോൾ നാടകം തുടങ്ങുകയായി. രാമൻ പറഞ്ഞു. രാമനും സീതയും രണ്ടുപേരും തങ്ങളുടേതായ പ്രവർത്തന പദ്ധതിമേൽ തീരുമാനമെടുത്തു. ഇരുവരും രാവണന്റെ തന്ത്രം അരങ്ങേറുന്നതും കാത്തിരിപ്പായി. ആ നിമിഷം മുതൽ സീതയുടെയും രാമന്റെയും ഓരോ പ്രവർത്തനവും പെരുമാറ്റവും സാധാരണ മനുഷ്യരുടേതുപോലെയായി. വിരഹത്തിന്റെ യാതനകൾ, ഉത്കണ്ഠയുടെ വീർപ്പുമുട്ടലുകൾ, വേദനയുടെ ദീർഘശ്വാസങ്ങൾ, ദുഃഖത്തിന്റെ ഞരക്കങ്ങൾ, ഇതെല്ലാം അവർ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അവ കൃത്രിമമായിരുന്നു. കാരണം എങ്ങനെയാണ് രാമനും സീതയും തമ്മിൽ വേർപെടുക? തങ്ങളുടെ ജീവിതത്തിലൂടെ മനുഷ്യസമൂഹത്തിന് ചില വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കാൻ മാത്രമായിരുന്നു അവർ ഇച്ഛിച്ചത്. ഈ സമയത്ത് ലക്ഷ്മണൻ കടന്നുവന്നു. കൈകൾ നിറയെ ഫലങ്ങളും മറ്റു ഭക്ഷണയോഗ്യമായ സാധനങ്ങളുമുണ്ടായിരുന്നു. അവർ ജലം പാനം ചെയ്യുകയും ചെയ്തു. അനന്തരം അവർ മനോഹരങ്ങളായ പ്രകൃതിദൃശ്യങ്ങൾ ആസ്വദിച്ചു. വനങ്ങളിലെ ശാന്തസുന്ദരമായ അന്തരീക്ഷം മലിനമാക്കുന്ന രാക്ഷസരുടെ ക്രൂരകൃത്യങ്ങളെപ്പറ്റി ഓർക്കുകയും ചെയ്തു. വനജീവിതത്തിന്റെ മാധുര്യത്തെയും പവിത്രതയെയും പറ്റി അവർ പ്രശംസിച്ചു. അവരിൽ നിന്നും വളരെ അകലെയല്ലാത്ത ദിക്കില് അപ്പോൾ രാവണനും മാരീചനും തങ്ങളുടെ പരമദുഷ്ടമായ പദ്ധതി പ്രായോഗികമാക്കാനായി ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു. രാവണന്റെ കാമവികാരത്തെയും വൈകൃത സ്വഭാവത്തെയും മാർജൻ വെറുത്തിരുന്നു. പക്ഷേ അത്രയും ദുഷ്ടനായ ഒരാളുടെ കയ്യാൽ മരിക്കുവാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് രാവണനേൽപ്പിച്ച ജോലി മാരീചൻ സ്വീകരിച്ചു. രാവണന്റെ ആവശ്യപ്രകാരം പ്രവർത്തിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. മാരീചൻ മനോഹരമായ ഒരു പൊന്മാനായി രൂപം മാറി. സീതയുടെയും രാമന്റെയും ശ്രദ്ധ ആകർഷിക്കാൻ നിസ്സംശയമായും പറ്റിയ ഒരു രൂപം. മാരീചൻ ചിന്തിച്ചു, എന്തൊരു ശുഭദിവസമാണിന്ന് പുലർന്നത്. ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ 3 വ്യക്തികളുടെ ദർശനം കൊണ്ട് ഞാൻ അനുഗ്രഹീതനാവാൻ പോകുന്നു. എന്നിൽ സീതയുടെ കൃപാദൃഷ്ടി പതിക്കും, പിന്നെ രാമൻ എന്നെ അനുഗമിക്കും, കയ്യിൽ അമ്പും വില്ലും ഉണ്ടാവും. ഹാ, ഞാനെത്ര ഭാഗ്യവാനാണ്! രാമന്റെ കാലടിപ്പാടിൽ കൂടി നടക്കേണ്ടവനായ ദാസനാണ് ഞാൻ. എന്നാൽ എന്റെ നാഥൻ എന്നെ ഇപ്പോൾ അനുഗമിക്കും. തീർച്ചയായും ഞാൻ ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനതിന് നിർബന്ധിതനാണ്. എന്റെ ഇച്ഛയ്ക്കനുസൃതമായിട്ടല്ലാത്. ഞാനതിൽ നിർബന്ധിക്കപ്പെട്ട നിലയിൽ ഏർപ്പെടേണ്ടി വന്നതാണ്. തന്മൂലം ഞാൻ ആ പാപത്തിൽ നിന്നും വിമുക്തനാണ്. ഞാനെന്തു പാപം ചെയ്താലും രാമന്റെ കയ്യാൽ അയക്കപ്പെട്ട രാമബാണം എന്നിലേൽക്കുമ്പോൾ ഈ കൃത്രിമമായ രൂപം അപ്രത്യക്ഷമാവും. അതായിരിക്കും എന്റെ സന്തോഷപൂർണമായ വിധി. എല്ലാവർക്കും അത്തരമൊരന്തം കാംക്ഷിക്കുവാൻ കഴിയുമോ? എല്ലാവർക്കും അത് നേടാനാകുമോ? മറ്റൊരു ഭാഗ്യവുകൂടി എനിക്ക് ലഭിക്കും. ഞാൻ അവസാനശ്വാസം വലിക്കുമ്പോൾ എന്റെ ദൃഷ്ടികൾ രാമനിൽ ഉറച്ചിരിക്കും. ആ ദിവ്യസൗന്ദര്യം എന്റെ മുന്നിലുണ്ടായിരിക്കും. ആ മധുരമായ നാമം എന്റെ നാവിമേലുണ്ടാവും. ഹാ, എന്റെ ജീവിതം എത്ര ഫലപ്രദമായിരിക്കുന്നു! എന്നേക്കാൾ ഭാഗ്യശാലിയായി ഞാൻ മറ്റൊരാളെയും കാണുന്നില്ല. ആശ്രമത്തിനഭിമുഖമായി മന്ദം മന്ദം നടന്നുപോകുമ്പോൾ മാരീചൻ ഈ മധുരചിന്തകളിൽ മുഴുകി. സർവജ്ഞനായ രാമനും സർവജ്ഞയായ സീതയും അവന്റെ വരവും. ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഭാഗം വായിക്കുന്നു. പൊന്നാൻ സങ്കോചത്തോടും സ്പഷ്ടമായ നടുക്കത്തോടും കൂടി പർണശാലയുടെ പരിസരത്തേക്ക് ചെന്നു. അത് സീതയിലും രാമനിലും നോട്ടങ്ങളുറപ്പിച്ച് തെളിഞ്ഞുനിന്നു. അനന്തരം കുറെ അടികൾ തുള്ളിച്ചാടി തെന്നിനീങ്ങി ഒരു വള്ളിക്കൂട്ടത്തിലെത്തിനോക്കി അതിൽ തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു. അതേ നിമിഷം രാമനും ലക്ഷ്മണനും അതിന്റെ ചേഷ്ടകൾ കണ്ടു. പൊന്നാനിന്റെ ബാഹ്യശോഭ വിസ്മയധാരണ വർഗത്തിൽപ്പെട്ട മാനാണെന്ന് അവർ തീർച്ചപ്പെടുത്തി. അതിന്റെ പ്രത്യേക ലക്ഷണങ്ങൾ മനസ്സിലാക്കി. അതിന്റെ ഭംഗിയാൽ അവർ അത്യന്തം ആകൃഷ്ടരായി. സീത പറഞ്ഞു, ഈ മാനെ എനിക്ക് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അതിന്റെ കൂട്ടാളിത്തത്തിൽ രസമായി സമയം കഴിക്കാമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് അതുല്യമായ ഈ കളിച്ചങ്ങാതിയോടൊപ്പം കളിച്ചുകൊണ്ട് സന്തോഷിക്കാമായിരുന്നു. ഈ തേജസ്വിയായ ചെറുമൃഗത്തെ എനിക്കുവേണ്ടി പിടിച്ചുകൊണ്ടുവരൂ. എന്റെ ലഘുവായ ഈ ആഗ്രഹം അങ്ങ് സാധിച്ചു തരില്ലേ? ഏകാകിനിയായിരിക്കുമ്പോൾ ഇതിനെ ഓമനിച്ചും ഇത് തുള്ളിച്ചാടിക്കളിക്കുന്നത് കണ്ടും രസിച്ചും എനിക്ക് സമയം കഴിക്കാമായിരുന്നു. ഈ അസാധാരണ മൃഗത്തിൽ
അതീവ താൽപര്യം പ്രദർശിപ്പിച്ചുകൊണ്ട് സീത അപേക്ഷിച്ചു. ഇതുകണ്ട് ലക്ഷ്മണൻ ഉടൻ പറഞ്ഞു, അമ്മേ, അവിടത്തേക്കു വേണ്ടി ഞാനിതിനെ പിടിച്ചുകൊണ്ടുവരാം എന്നു പറഞ്ഞുകൊണ്ട് സ്ഥാനത്തുനിന്നും എഴുന്നേറ്റു. പക്ഷെ രാമൻ അദ്ദേഹത്തെ തടഞ്ഞു. ആ മാൻ തന്റെ കൈയിൽ മാത്രമേ വീഴുകയുള്ളൂ എന്ന് അവിടത്തേക്ക് അറിയാമായിരുന്നു. ഈ തുടക്കത്തോടുകൂടി അഭിനയിക്കപ്പെടുന്ന നാടകത്തെപ്പറ്റി ലക്ഷ്മണനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. രാമൻ പറഞ്ഞു, ലക്ഷ്മണ, ഒരു മുറിവും പരിക്കുമില്ലാതെ അതിനെ പിടിക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ പിന്തുടരാം. സീതയുടെ ഈ ആഗ്രഹത്തെ ഞാൻ തന്നെ സാധിച്ചു കൊടുക്കേണ്ടതാണ്. ഇതു കേട്ടപ്പോൾ ലക്ഷ്മണൻ നിശബ്ദനായി രാമന്റെ നിർദ്ദേശപ്രകാരം അവിടെയിരുന്നു. ഇതിനു പുറമേ ഈ നാടകത്തിലെ അടുത്ത രംഗങ്ങളെപ്പറ്റി സീതയ്ക്കും രാമനും അറിവുണ്ടായിരുന്നിട്ടും രാമൻ അത് രഹസ്യമായി വെച്ചു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, രാക്ഷ